ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമുക്ക് ധാരാളം ചക്ക കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് പച്ച ചക്ക വെച്ച് എങ്ങനെയാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അത് കണ്ട് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ ചക്ക വറുത്തം ഉണ്ടാക്കാൻ തുടങ്ങാം. ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ ചക്ക മുറിച്ച് കുരുവെല്ലാം കളഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചിപ്സ് ഉണ്ടാക്കാൻ ചക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ചെറിയ ചക്കയും അതുപോലെ തന്നെ പഴുത്ത് തുടങ്ങുന്ന ചക്കയും കൊണ്ടൊന്നും ചിപ്സ് ഉണ്ടാക്കരുത്. അങ്ങനെ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടൊന്നും കിട്ടില്ല. നമ്മൾ എത്ര വറുത്തെടുത്താലും അത് ക്രിസ്പിയായി വരില്ല. ചക്ക നല്ല മൂത്ത് പഴുക്കാൻ തുടങ്ങുന്നതിന് മുൻപുള്ള പാകമായിരിക്കണം. നമ്മൾ ചക്ക കുഴച്ചതും ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല മൂത്ത ചക്ക എടുക്കുമല്ലോ, അതുപോലെയുള്ള ചക്ക വേണം ഈ വറുക്കാനും ഉപയോഗിക്കാനായിട്ട്. ഇനി ചക്ക നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ചക്ക കഷ്ണങ്ങൾ ഈ കാണുന്ന കനത്തിലും നീളത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ കട്ടിയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറേ സമയവും പിടിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടില്ല. അതുപോലെ കൂടുതൽ നേരിയതായിട്ടും മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചക്ക മുറിച്ചെടുക്കുമ്പോൾ ഒരേ കനത്തിലും ഒരേ നീളത്തിലും തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും വലിയ കഷ്ണങ്ങൾ മൂത്ത് കിട്ടുകയുമില്ല. അപ്പം അരിയുമ്പോൾ പറ്റുന്നത് പോലെ ഒരേ ഭാഗത്ത് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും അരക്കപ്പ് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ചക്ക വറുത്തതിൽ നമുക്ക് തളിച്ചു കൊടുക്കാനുള്ളതാണ്. ചക്ക വറുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായോ എന്നറിയാനായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കയിൽ നിന്ന് ഒരു പീസ് ചക്ക കഷ്ണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ചക്ക നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കൂടുതൽ കുത്തി നിറച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. ചക്ക നല്ല പാകത്തിന് വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും. അപ്പോൾ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാനായിട്ട്. ചക്ക ഇട്ട് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാനായിട്ട്. ചക്ക വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം ചക്ക മൂത്ത് വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ചക്ക സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്പി ആണെന്ന് മനസ്സിലാകും. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ആ ക്രിസ്പി ആയതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കലക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് തളിച്ച് കൊടുക്കണം. വെള്ളം തളിച്ച് കൊടുക്കുമ്പോൾ എണ്ണ കയ്യിലേക്കൊന്നും തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കണം. വീണ്ടും സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കൊണ്ട് വറുത്തെടുക്കണം. മഞ്ഞൾ കലക്കി വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ചിപ്സിന് കുറച്ച് മഞ്ഞ കളറും കിട്ടും. ഇപ്പോൾ ചിപ്സ് മൂത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് കോരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കിഴിയില്ല എന്നുള്ളൊരു സൗണ്ട്. അത് നല്ല മൂത്ത് വന്നിട്ടുള്ള ഒരു പാകമാണ്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള ചിപ്സും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ചിപ്സ് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്ത് ചേർത്തിട്ടുണ്ട്. ഈ ചക്ക വറുത്തത് നമുക്ക് കയ്യിലെടുത്തൊന്ന് ഒടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചക്ക വറുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. ചക്ക കിട്ടുന്ന സീസണിൽ നമുക്ക് ഇതുപോലെ ചക്ക വറുത്തൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനും ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്